വ്യാപകമായ കൃത്രിമം നടന്നു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീസയിൽ 6 മണ്ഡലങ്ങളിൽ വൻ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ കോൺഗ്രസും ബിജു ജനതാദളും ഇപ്പോൾ സംയുക്തമായി നീക്കം നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരിമറിയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ വ്യക്തമായി തന്നെ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. നമുക്കറിയാം, മധ്യപ്രദേശിലെ ഇൻഡോറിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾവലിഞ്ഞത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നു. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് നടന്ന 2 പ്രദേശങ്ങളുണ്ട്. ഒന്ന് ഇൻഡോർ, മറ്റൊന്ന് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂററ്റ്. ഇത്തരത്തിൽ BJP പല രീതിയിലും എതിരാളികളെ വിരട്ടിയും അവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയും വലിയ തോതിൽ അവരുടെ ഗുണ്ടായിസം കാണിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വില പോയില്ല എന്ന് മാത്രമല്ല, കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പാകെ 12 MP-മാരുടെ അയോഗ്യത അടിയന്തരമായി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത്. അങ്ങനെ വന്നാൽ 228 ലോക്സഭയിലെ BJP-യുടെ അംഗസംഖ്യ കുറയും. അത് 200 വീണ്ടും താഴാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അവിടെ സർവേ പോളുകൾ BJP-ക്ക് അനുകൂലമെന്ന് പറയുന്ന ഗോദി മീഡിയകൾ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. RJD കോൺഗ്രസ് സഖ്യം സീറ്റ് കൃത്യമായി വിഭജനം നടത്തുമ്പോൾ ഐക്യ ജനതാദളും BJP-യും അതിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് സീറ്റുകളുടെ കൃത്യമായ കണക്ക് വിവരങ്ങൾ അഭിപ്രായ സർവേ ഫലത്തിന്റെ പേരിലെങ്കിലും പുറത്തുവിടാൻ കഴിയുക? ഇവിടെയാണ് കുത്തിത്തിരിപ്പ് കൃത്യമായി മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തരമായി സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയാൽ അത് BJP-ക്ക് വലിയ പ്രഹരമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജസ്റ്റിസ് BR ഗവായി വളരെ ജാഗ്രതാപൂർവമാണ് ഓരോ നീക്കവും നടത്തുന്നത്. കാരണം സുപ്രീം കോടതിയിലേക്ക് ഗുജറാത്തിൽ നിന്നുള്ള ഒരു ജഡ്ജിയെ കൂടി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് BR ഗവായിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്കറിയാം, ഭരണഘടനയിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് മന്ത്രിമാരായിരുന്നാലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലായിരുന്നാലും 30 ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് നിയമം കൊണ്ടുവരികയാണ്. ഹേമന്ത് സോറനെയും അതുപോലെ തന്നെ കോൺഗ്രസും സഖ്യകക്ഷികളെയും ഒക്കെ കൃത്യമായി കള്ളക്കേസിൽ കുടുക്കി ടാർഗറ്റ് ചെയ്യാനുള്ള BJP-യുടെ ശ്രമകരമായ നീക്കമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരത്തിൽ മരപ്പാവകളായി എൻഫോഴ്സ്മെന്റും NIA-യും CBI-യും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അവരെ വ്യക്തമായി സ്വതസിദ്ധമായി അന്വേഷണം നടത്താനോ പ്രവർത്തനം നടത്താനോ അനുവദിക്കാത്ത നീക്കമാണെങ്കിൽ സ്വാഭാവികമായും ഇതിനപ്പുറവും സംഭവിക്കും. എന്നാൽ ഒരേ ഒരു സുപ്രീം കോടതിയിൽ മാത്രമാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനായിരുന്നാലും ജനങ്ങൾക്കായിരുന്നാലും അന്തിമ നീതി ലഭിക്കുമെന്ന ഒരേ ഒരു വിശ്വാസം.